തൻ്റെ അതിജീവനവും ലക്ഷ്യമാക്കുന്ന മനുഷ്യനിൽ എവിടെയാണ് മറ്റുള്ള ആളുകളെ പരിഗണിക്കാനായിട്ട് തുടങ്ങിയത്? ഈ മൊറാലിറ്റികളുടെ എത്ര വർഷത്തോളം മനുഷ്യന്റെ മൊറാലിറ്റിക്ക് പഴക്കമുണ്ട്? നമ്മുടെ ഐൻസ്റ്റീൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു ശിക്ഷയോടുള്ള ഭയം കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടും ആ ഒരു കൊതിപ്പിക്കലായിട്ടോ അല്ലെങ്കിൽ പേടിപ്പിക്കലായിട്ടോ ആവരുത് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ധാർമ്മികത അത് ശരിയായ ധാർമ്മികതയല്ല. എത്ര കാലം പറ്റും? ഇങ്ങനെയൊക്കെ ആയിട്ടും മനുഷ്യർ ധാർമ്മികത പുലർത്തുന്നുണ്ടോ എന്ന ചോദ്യം. അപ്പൊ നമ്മൾ പറയുന്നതാണ്, അത്തരം നിയമങ്ങൾ മറ്റു പലരും അനുസരിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എത്തുന്ന നിഗമനം എന്താണ്? ഒരു മനുഷ്യനും ധാർമ്മികതയ്ക്കായിട്ട് പ്രത്യേക സിദ്ധാന്തങ്ങളോ ആശയങ്ങളോ ഒന്നും ആധുനിക കാലഘട്ടത്തിൽ നിന്ന് മാത്രം എടുത്തതല്ല. അത് അവന്റെ ജീനുകളിലൂടെ, അവന്റെ പൂർവ്വ പിതാമഹാക്കന്മാരിലൂടെ, മറ്റ് പൊതുപൂർവികരിലൂടെ, മറ്റ് ജീവിവർഗങ്ങളിലൂടെ പരസ്പരം സഹകരിച്ച് ആശ്രയിച്ചുകൊണ്ട് സമൂഹത്തിൽ തങ്ങൾ മുന്നോട്ട് പോകണം. നിന്നെ ഞാൻ ആക്രമിക്കാതിരിക്കുന്നു, നീ എന്നെ ആക്രമിക്കാതിരിക്കണം എന്ന ആശയമാണ്. ആധുനിക മനുഷ്യരായ നമ്മൾ ധാർമ്മികതയിൽ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്. ധാർമ്മികതയ്ക്ക് ഇത്രയും പഴക്കങ്ങളും അതേപോലെ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളപ്പം ധാർമ്മികത അല്ലെങ്കിൽ നീതി മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ടത് അന്ന് കാലത്ത് ഈ പറയുന്ന ഒരു പുരോഗമനവും ഇല്ല, അല്ലെങ്കിൽ കാടൻ രീതികൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലുണ്ടായ പഠനം, അവർക്കിടയിൽ ഉണ്ടാകുന്ന കാര്യം പോലും നമുക്കിന്ന് സാധ്യമാണോ? എന്റെ സ്വാതന്ത്ര്യം അത് എവിടെയാണ്? ഇതിന്റെ എന്താ പറയാ, ഇതിനെവിടെയാണ് ഞാനൊരു തടയിടേണ്ടത്? എന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരിലേക്കുള്ള കടന്നുകയറ്റമാണോ? എന്റെ ഗോത്രം അല്ലെങ്കിൽ എന്റെ വിഭാഗം എന്ന് പറയുന്ന ചിന്ത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ, ഒരേ സമയം ഞാൻ സഹിഷ്ണുതയെക്കുറിച്ച് വാചാലനാവുകയും എന്റെ മറുഗോത്രം എന്ന രീതിയിൽ മറ്റാശയങ്ങളുള്ള ആളുകളുമായിട്ട് എനിക്ക് സഹകരിക്കാൻ പറ്റാതെ ആവുകയും, ധാർമ്മികത ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? മറ്റു വിഭാഗത്തിലുള്ളത് എല്ലാ മനുഷ്യർക്കും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏതൊരു കോണിലും ഒരു പിഞ്ചു കുട്ടിക്കുണ്ടാകുന്ന വേദനയായിട്ട് ഒരു വേദന വരുന്നുണ്ടോ? എനിക്കൊരു പൊടി കണ്ണുനീര് വരുന്നുണ്ടോ? അതാണ് ധാർമ്മികത. അവിടെ ആർക്കും, മനുഷ്യർക്ക് എവിടെ ഉണ്ടായാലും ആ മനുഷ്യന്റെ നിറമോ വംശമോ ജാതിയോ നോക്കാതെ ഉണ്ടാകുന്ന ധാർമ്മികതയുണ്ട്. എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെ വരെയാണ് അപരന്റെ എന്നുള്ളതാണ്. അവരെന്നെ ഉൾക്കൊള്ളാൻ വേറെ ആശയങ്ങളുള്ള മനുഷ്യരുണ്ടാകുമ്പോൾ ആ ആശയങ്ങൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അംഗീകരിക്കാനായിട്ട് അവന്റെ വംശമോ മറ്റു കാര്യങ്ങളോ അവന്റെ സിദ്ധാന്തങ്ങളോ അവന്റെ ആശയങ്ങളോ നോക്കാതെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ആ മൊറാലിറ്റിയിലേക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്